Dear students, welcome to Learner's World. In this video, I'm going to talk about Model Question Paper Analysis 2025 FAUGP BSc Science 3rd Semester Calicut University. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ആൻസർ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3rd സെമസ്റ്റർ BSc സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെക്ഷൻ എ എന്ന് പറയുന്നത് 3 സെൻറ്റൻസിൽ കൂടുതൽ എഴുതാൻ പാടില്ല. 3 സെൻറ്റൻസ് അടങ്ങുന്ന ഒരു ആൻസറാണ് എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത് 3 മാർക്കാണ്. സീലിംഗ് 15 ആണ്. അങ്ങനെ ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 100 വേർഡ്സിന് എഴുതാനുള്ള ആൻസറാണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ് കിട്ടുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. സീലിംഗ് 20 ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. 200 വേർഡ്സിനാണ് എഴുതേണ്ടത്. അതായത് ഒരു ലോങ് എസ്സേ രൂപത്തിലാണ് എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 15 ആണ്. സെക്ഷൻ എ 3 മാർക്സ്. Why did Damu decide to leave the village and how did Sonu react up against bondage by Narendra Yadav? ഈ ഒരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഓരോ യൂണിറ്റിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് വായിച്ച് നോക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ദാമു വില്ലേജിൽ നിന്ന് പോവാൻ തീരുമാനിച്ചത്? അതിനെങ്ങനെയാണ് സോനു റിയാക്ട് ചെയ്തത്? ദാമു ഡിസൈഡഡ് ടു ലീവ് ദ വില്ലേജ് ബിക്കോസ് ഹി ഫെൽറ്റ് ഹ്യൂമിലേറ്റഡ് ആൻഡ് ഡിസ്ഹാർട്ടൻഡ് ബൈ ദ പോവർട്ടി ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഹി ഫേസ്ഡ്. ഹി ബിലീവ് ദാറ്റ് മൂവിങ് ടു ദ സിറ്റി വുഡ് ബ്രിങ് ഹിം ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. സോനു റിയാക്റ്റഡ് വിത്ത് സാഡ്നെസ് ആൻഡ് കൺഫ്യൂഷൻ, unable to understand why her father had to abandon their home and a traditional life. ദാമു സമൂഹത്തിൽ നിന്നുള്ള വിവേചനം മൂലവും അതുപോലെ പട്ടിണി മൂലവും ഒരുപാട് ഹ്യൂമിലിയേഷൻ മീൻസ് അപമാനം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നിരാശാജനകമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പോകാൻ തീരുമാനിച്ചത്. അവൻ വിശ്വസിക്കുന്നത് ഈ വില്ലേജിൽ നിന്നൊരു സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഒരു ബെറ്റർ ലൈഫ് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഇതിനെ സോൺ റിയാക്ട് ചെയ്തത് വളരെ വിഷമത്തോട് കൂടിയിട്ടും ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പത്തിൽ ആ ഒരു രൂപത്തിലുമായിരുന്നു. ഒരിക്കലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല സോനുവിന് എന്തുകൊണ്ടാണ് അച്ഛൻ അവരുടെ വീടും ട്രഡീഷണൽ ലൈഫൊക്കെ എന്തിനാണ് ഉപേക്ഷിച്ച് പോയതെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് കോർട്ട് ക്രിട്ടിക് ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം? ഇത് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, കോർട്ട്, ഡയറക്റ്റഡ് ബൈ ചൈതന്യ താമൈൻ. ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് കോർട്ട് ഈ ഷോർട്ട് ഫിലിം ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തെ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്? The film code exposes the inefficiency, bureaucracy and lack of empathy in the Indian judicial system. It shows how ordinary people suffer from endless trials, outdated procedures and political bias. Through the story of an innocent folk singer's trial, it criticizes how justice often becomes inaccessible for the marginalized. അപ്പോൾ ഈ കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിൽ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഇനെഫിഷ്യൻസി, കാര്യക്ഷമതയില്ലായ്മ, അതുപോലെ ബ്യൂറോക്രസി, ലാക്ക് ഓഫ് എമ്പതി ഒക്കെ അതിനെയൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട്. അതായത് സാധാരണക്കാരന് ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് അവർക്ക് ആക്സസിബിൾ അല്ല, അവർക്ക് കിട്ടുന്ന ഒന്നല്ല എന്ന് ഒരു ക്യാരക്ടറിൻ്റെ ഉദാഹരണത്തിലൂടെ ഇത് പറയുന്നുണ്ട്. ഒരു ഇന്നസെൻറ്റ് ഫോക്ക് സിംഗറിൻ്റെ സ്റ്റോറിയിലൂടെ ഇതിലൂടെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഐ എം ടോൾഡ് ഐ എം എ ലൈ. വാട്ട് ഡസ് എ ലൈൻ ഫ്രം വി റെഫ്യൂജീസ് സജസ്റ്റ്? ഈ ഒരു ലൈന് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഇത് വി റെഫ്യൂജീസ് ബൈ ബെഞ്ചമിൻ സഫാനിയ, ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ദിസ് ലൈൻ എക്സ്പ്രസസ് ദ റിജക്ഷൻ ആൻഡ് ഡിനയൽ ഫേസ്ഡ് ബൈ റെഫ്യൂജീസ്. ഇറ്റ് ഷോസ് ഹൗ സൊസൈറ്റി ക്വസ്റ്റ്യൻസ് their identity and humanity, branding them as outsiders. The poet highlights the dehumanizing experience of being displaced and the pain of losing one's sense of belonging. അപ്പോൾ ഈ ഒരു ലൈൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു റെഫ്യൂജി, ഒരു അഭയാർത്ഥി നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ള അവഗണനകൾ, റിജക്ഷൻ, അതുപോലെ എല്ലായിടത്തുനിന്നും അവർക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫീലിംഗ്, അതായത് അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലം അവർക്കില്ല, അവരെങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എങ്ങനെയാണ് അവരുടെ ഐഡൻറ്റിറ്റിനെ സൊസൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ സമൂഹം പുറന്തള്ളപ്പെടുന്നത്, പുറത്താക്കപ്പെട്ടവരായിട്ട് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ
എങ്ങനെയാണ് അവർ ഡിസ്പ്ലൈസ്ഡ് എന്നുള്ള, അതായത് തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടവൻ എന്നുള്ള ആ ഒരു പെയിൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ലൈൻ സജസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മെൻഷൻ എ ഫ്യൂ മെത്തേഡ്സ് ഓഫ് ഒപ്രഷൻ ദാറ്റ് നർഗീസ് മുഹമ്മദി റെഫേഴ്സ് ടു ഇൻ ഹെർ നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച്. 2023 നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ നർഗീസ് മുഹമ്മദി. ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറച്ച് മെത്തേഡ്സ് മെൻഷൻ ചെയ്യുക. നർഗീസ് മുഹമ്മദി ഒപ്രഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അക്സെപ്റ്റൻസ് സ്പീച്ചിലാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു ഫ്യൂ മെത്തേഡ്സ് അവർ റെഫർ ചെയ്തിട്ടുള്ളത്. Nargis Mohammadi mentions oppression through imprisonment, censorship, and denial of women's rights. She describes how the Iranian regime silences voices of dissent, restricts freedom of expression, and enforces patriarchal laws that discriminate against women and political activists. അപ്പോൾ അത് നർഗീസ് മുഹമ്മദി ഒപ്രഷനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംപ്രിസൺമെൻറ്റ്, അതുപോലെ സെൻസർഷിപ്പ്, ഡിനയൽ ഓഫ് വുമൻസ് റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശം തടഞ്ഞു വെക്കുക, ഇതിലൂടെയൊക്കെ ഓപ്പറേഷനെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹൗ ഡു AI ജനറേറ്റഡ് ഫിഷിംഗ് ഇമെയിൽസ് പോസ് എ ഗ്രേറ്റർ റിസ്ക് ദാൻ ട്രഡീഷണൽ ഫിഷിംഗ് അറ്റംപ്റ്റ്സ്. ഇത് സൈബർ സെക്യൂരിറ്റി ഇൻ ദ ഏജ് ഓഫ് AI ബൈ ആദി ഇറാനി. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് AI ജനറേറ്റഡ് ഫിഷിംഗ് ഇമെയിൽസ്, അതായത് ട്രഡീഷണൽ ഫിഷിംഗ് അറ്റംപ്റ്റിൽ നിന്നും AI ജനറേറ്റഡ് ഫിഷിംഗ് ഇമെയിൽസ് ഗ്രേറ്റർ റിസ്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. AI generated phishing emails use advanced language models to mimic real human communication, making them harder to detect. അതായത് ഈ ഒരു AI generated phishing emails അഡ്വാൻസ്ഡ് ലാംഗ്വേജ് മോഡൽസ് ആണ് റിയൽ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന് അതിനെ മിമിക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. They can analyze user data to create personalized convincing messages. This sophistication increases the risk of users falling for scams compared to traditional poorly written phishing attempts. അതായത് ഇത് കൂടുതൽ സ്കാമിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റിട്ടേൺ ഫിഷിംഗ് അറ്റംപ്റ്റിൽ നിന്ന് കൂടുതൽ റിസ്ക് ഏറിയതാണ് AI ജനറേറ്റഡ് ഫിഷിംഗ് ഇമെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് നേച്ചർ റിഫ്ലക്റ്റ് ഹ്യൂമൻ ഇമോഷൻസ് ഇൻ അക്കനനൂറു 318. ഇത് വാട്ട് ഷി സെഡ് ഒരു കവിതയാണ് ബൈ കാപ്പലൈൻ അക്കനനൂറു 380. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നേച്ചർ ഹ്യൂമൻ ഇമോഷൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇൻ അക്കനനൂറു 318, നേച്ചർ മിറേഴ്സ് ഹ്യൂമൻ ഇമോഷൻസ് ലൈക്ക് ലവ്, സെപ്പറേഷൻ ആൻഡ് ലോങ്ങിങ്. Landscape, seasons, and natural imagery symbolize inner feelings. The poem uses nature as a metaphor to express the depth of human relationship and emotional states. ഇതിൽ നേച്ചർ ഹ്യൂമൻ ഇമോഷൻസ് ആയിട്ടുള്ള ലവ്, സെപ്പറേഷൻ, ലോങ്ങിങ് ഇതൊക്കെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ഇമാജറി ഇന്നർ ഫീലിങ്സിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അതൊക്കെ അതുപോലെ ഇമോഷണൽ സ്റ്റേറ്റ്സ് ഒക്കെ ഈ ഒരു പോം നേച്ചർ ഒരു മെറ്റഫറായിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, വൈ ഈസ് ഓവർ ഷെയറിംഗ് കൺസിഡേർഡ് എ റിസ്ക് ഓൺ സോഷ്യൽ മീഡിയ. ഇത് സോഷ്യൽ മീഡിയ എത്തിക്സ് ആൻഡ് പ്രൈവസി, പാഡോക്സ്, നദീൻ ബാരറ്റ് ആൻഡ് മിറ്റ്ലാൻ ആൻഡ് ജെനിസ് ലിഞ്ച്. ഇതാണ് ഈ ഒരു വർക്കിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഓവർ ഷെയറിംഗ് സോഷ്യൽ മീഡിയയിൽ റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? Oversharing exposes personal information to strangers, making users vulnerable to identity theft, harassment, and privacy breaches. It can also lead to emotional harm or social judgment when private moments become public. Responsible sharing ensures digital safety. അതായത് ഓവർ ഷെയറിങ്ങിലൂടെ പേഴ്സണൽ ഇൻഫോർമേഷൻ സ്ട്രേഞ്ചേഴ്സിന് അപരിചിതരിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹരാസ്മെൻറ്റ്, പ്രൈവസി ബ്രീച്ചസ് ഒക്കെ ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപരിചിതരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സ്ട്രേഞ്ചേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇമോഷണൽ ഹാം, സോഷ്യൽ ജഡ്ജ്മെൻറ്റ് ഇതിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. 5 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത്.
100 വേർഡ്സിന് എഴുതാനുള്ളതാണ്. ഹൗ ഡസ് അംബേദ്കർ കൗണ്ടർ ദ അക്യൂസേഷൻ ദാറ്റ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സ്ലാവിഷ് ഇമിറ്റേഷൻ ഓഫ് ദ അതർ കോൺസ്റ്റിറ്റ്യൂഷൻ? എങ്ങനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ഒരു അക്യൂസേഷന്, അതായത് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉള്ള ഒരു ഇമിറ്റേഷൻ ആണെന്നുള്ള അക്യൂസേഷൻ എങ്ങനെയാണ് അദ്ദേഹം പ്രതിരോധിച്ചത്? Ambedkar argues that the Indian constitution draws inspiration from global democracies but is adapted to India's unique social and cultural conditions. He emphasizes that borrowing successful ideas doesn't mean imitation. It represents practical wisdom. The constitution ensures liberty, equality and justice suited to Indian realities. അംബേദ്കർ പറയുന്നുണ്ട്, അതായത് നമ്മൾ മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയാസ് നമ്മൾ ബോറോ ചെയ്യുന്നതിൽ അതിനെ ഇമിറ്റേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അതെന്താണ്, ഒരു പ്രാക്ടിക്കൽ വിസ്ഡമാണ്. അതായത് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ൻ്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ യുണീക്ക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസിന് അനുസരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരിക്കലും ഇമിറ്റേഷൻ അല്ല. ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ് ഇതൊക്കെ എൻഷ്യൂർ ചെയ്തിട്ടുണ്ട്, ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ റിയാലിറ്റീസിന് സ്യൂട്ടഡ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഡിസ്കസ് ഹൗ ദ പോയിറ്റ് കോൺട്രാസ്റ്റ് വയലൻസ് വിത്ത് നാച്ചുറൽ ഡീക്കേ ഇൻ ഫ്രാഗ്രൻസ് ഓഫ് പീസ്. ഫ്രാഗ്രൻസ് ഓഫ് പീസ് ബൈ ഇറോം ഷർമിള. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അതായത് എങ്ങനെയാണ് പോയിറ്റ് വയലൻസ് വിത്ത് നാച്ചുറൽ ഡീക്കേ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്? In Fragrance of Peace, the poet contrasts man-made violence symbolized by war and destruction with natural decay, which is peaceful and inevitable. അതായത് ഇതിൽ പോയിറ്റ് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഡിഫറൻഷിയേഷൻ നടത്തുന്നുണ്ട്. അത് മാൻമെയ്ഡ് വയലൻസ്, അതായത് വാറ് ഡിസ്ട്രക്ഷൻ, ഇത് നാച്ചുറൽ ഡീക്കേയുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. നാച്ചുറൽ ഡീക്കേ എന്ന് പറയുന്നത് പീസ്ഫുള്ളാണ്, ഇന്നവിറ്റബിളാണ്. വൈൽ നേച്ചേഴ്സ് ഡീക്കേ ലീഡ്സ് ടു റിന്യൂവൽ ആൻഡ് ഹാർമണി, ഹ്യൂമൻ വയലൻസ് ബ്രിങ്സ് ഓൺലി പെയിൻ. അതായത് നാച്ചുറൽ ഡീക്കേ എന്ന് പറയുന്നത് റിന്യൂവൽ, ഹാർമണി ഒക്കെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഹ്യൂമൻ വയലൻസ് പെയിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ദ പോയറ്റ് ഏർജസ് ഹ്യൂമാനിറ്റി ടു ലേൺ പീസ് ഫ്രം നേച്ചേഴ്സ് ജെൻറൽ സൈക്കിൾസ്. നെക്സ്റ്റ്, ഹൗ ഡസ് സൈക്കോമോർഫിക് ട്രീ സപ്പോർട്ട് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇറ്റ്സ് ഇക്കോസിസ്റ്റം? അതായത് സൈക്കോമോർഫിക് ട്രീ എങ്ങനെയാണ് അത്തിമരം ആ ഒരു ആവാസ വ്യവസ്ഥ, ആ ഒരു ജൈവ വൈവിധ്യത്തിൽ എങ്ങനെയാണ് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറിയിട്ടുള്ളത്? ദ ക്യൂൻ ഓഫ് ട്രീസ് ബൈ മാർക്ക് ഡിബിൾ ആൻഡ് വിക്ടോറിയ സ്റ്റോൺ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സൈക്കോമോർഫിക് ട്രീ ഈസ് എ കീസ്റ്റോൺ സ്പീഷീസ് സപ്പോർട്ടിംഗ് കൗണ്ട്ലെസ് ഫോംസ് ഓഫ് ലൈഫ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രൂട്ട്സ് ഫോർ ബേർഡ്സ്, ബാറ്റ്സ് ആൻഡ് ഇൻസെക്ട്സ്, while its branches and roots offer shelter for animals. Its mutual relationship with fig wasp aids pollination, making it vital for maintaining ecological balance. സൈക്കോമോ ട്രീ എന്ന് പറയുന്ന ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്. വാട്ട് ഈസ് കീസ്റ്റോൺ സ്പീഷീസ്? അതായത് ഈ ഒരു ട്രീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ആനിമൽസും ബേർഡ്സും പ്ലാന്റ്സും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു സെൻട്രലാണ്, ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ സെൻട്രലായിട്ട് നിലകൊള്ളുന്നതാണ് ഈ ഒരു സൈക്കോമോർഫിക് ട്രീ എന്ന് പറയുന്നത്. അതായത് കൗണ്ട്ലെസ് ഫോംസ് ഓഫ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സൈക്കോമോർഫിക് ട്രീ. ഇത് ബേർഡ്സ്, ബാറ്റ്സ്, ഇൻസെക്ട്സ് ഇതിനൊക്കെ ഫ്രൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്രാഞ്ചസിലാണ് ഒരുപാട് ആനിമൽസിന് ഷെൽട്ടർ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഇതും ഫിഗ് വാസ്പ് മീൻസ് ഒരു അത്തിക്കടന്നലാണ്. അത്തിക്കടന്നലുമായിട്ടുള്ള ഈ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിലൂടെ പോളിനേഷൻ നടക്കുന്നുണ്ട്. അത് രണ്ടു പേർക്കും സഹായകരമാണ്. അതായത് അത്തിക്കടന്നലിനും ഫിഗ് വാസ്പിനും ഫിഗ് ട്രീക്കും, അതായത് ഈ ഒരു ഫിഗ് വാസ്പ് എന്ത് ചെയ്യും, ഈ അത്തിപ്പഴത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്, അവിടെ പോയിട്ടാണ് പരാഗണം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ഫിഗ് വാസ്പ് അതായത് അത്തിക്കടന്നൽ എന്ത് ചെയ്യും, അത്തിമരത്തിൽ മുട്ടയിടും, അവിടെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തി സേഫായിട്ട് വളർത്തും. അപ്പോൾ രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ് ഫിഗ് വാസ്പും അതുപോലെ ഫിഗ് ട്രീയും ഉള്ളത്. അവരുടെ പോളിനേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇക്കോളജിക്കൽ ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത്, ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്രിറ്റിസിസം നർഗീസ് മുഹമ്മദി റൈസസ് അഗെയിൻസ്റ്റ് ഇസ്ലാമിക് റിപ്പബ്ലിക്. അതായത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്രിറ്റിസിസം, വിമർശനങ്ങൾ നർഗീസ് മുഹമ്മദി ഉയർത്തുന്നുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2023 നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ നർഗീസ് മുഹമ്മദി. ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മുഹമ്മദി ക്രിറ്റിസൈസസ് ദ റെജിം ഫോർ പൊളിറ്റിക്കൽ റിപ്രഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് denial of basic
freedoms. She condemns the use of imprisonment and torture to silence activists. Her speech highlights the systematic suppression of women's rights and the lack of justice within Iran's authoritarian rule. അപ്പോൾ അവർ നടത്തുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റിപ്രഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഡിനൽ ഓഫ് ബേസിക് ഫ്രീഡം, വിമൻസ് റൈറ്റ്സ്, അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. നെക്സ്റ്റ്, ഡിസ്കസ് ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ദ പോം ഇമിഗ്രൻറ്റ് സോങ് ഇൻകോർപ്പറേറ്റ് സയൻറ്റിഫിക് ടെർമിനോളജീസ് ടു ഡിലിനിയേറ്റ് ദ തീംസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ചേഞ്ച്. അതായത് പല രീതിയിൽ ഒരു ഡിഫറെൻറ്റ് വേസിൽ ഈ ഒരു പോം ഇമിഗ്രൻറ്റ് സോങ്ങിൽ സയൻറ്റിഫിക് ടെർമിനോളജീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് തീംസ് ഓഫ് ഐഡൻറ്റിറ്റി ചേഞ്ചും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമിഗ്രൻറ്റ് സോങ് ബൈ സൺ യങ് ഷെയ്ൻ. In immigrant songs, scientific terms like cells, DNA, and evolution are used metaphorically to explore identity and transformation. They show how migration reshapes people's culture and personal makeup. The poet blends biology with emotional experience to express how identity evolves through adaptation and displacement. Next, what are the symbolic elements in the short story The Dog of Titwal? The Dog of Titwal, സാജിദ് ഹസൻ മാൻഡോ. ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നുള്ള ഒരു വർക്കാണ്. ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ സിംബോളിക് എലമെൻറ്റ്സ്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ ദ ഡോഗ് ഓഫ് ടിറ്റ്വാളിലുള്ള സിംബോളിക് എലമെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഡോഗ് സിംബലൈസസ് ഇന്നസെൻസ് ആൻഡ് ന്യൂട്രാലിറ്റി amid human conflict. The two armies represent divided nations, India and Pakistan, and their blind hatred. The killing of the dog shows how war destroys purity and humanity. The story critiques nationalism and senseless violence. Next, explain the ethical implications of posting unverified content on social media. ഇത് സോഷ്യൽ മീഡിയ എത്തിക്സ് ആൻഡ് പ്രൈവസി പാരഡോക്സ് ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അതായത് എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വെരിഫൈഡ് അല്ലാത്ത കോണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പോസ്റ്റിംഗ് അൺവെരിഫൈഡ് കോണ്ടൻറ്റ് സ്പ്രെഡ്സ് മിസ്ഇൻഫോർമേഷൻ, ഡാമേജ് റെപ്യൂട്ടേഷൻസ് ആൻഡ് ഫ്യൂവൽസ് ഹേറ്റ് ഓർ പാനിക്. അതായത് നമ്മൾ വെരിഫൈഡ് അല്ലാത്ത കോണ്ടൻറ്റുകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിസ്ഇൻഫോർമേഷൻ ആണത് സ്പ്രെഡ് ചെയ്യുന്നത്, വ്യാപിപ്പിക്കുന്നത്, ഡാമേജ് റെപ്യൂട്ടേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ് വയലേറ്റ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ട്രൂത്ത് ആൻഡ് ക്യാൻ ഹാവ് ലീഗൽ ആൻഡ് മോറൽ കോൺസിക്വൻസസ്. റെസ്പോൺസിബിൾ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് റിക്വയർസ് വെരിഫൈങ് ഫാക്ട്സ് ബിഫോർ ഷെയറിങ്. അതായത് നമ്മൾ ഈ ഒരു അൺവെരിഫൈഡ് ആയിട്ടുള്ള ഡാറ്റ ഫേസ്ബുക്കിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതിൽ നമുക്ക് അതായത് ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിനെ നമ്മൾ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെ ലീഗൽ ആക്ഷൻസ് അതിനെതിരെ ഒക്കെ എടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ സി ആണ്, ലോങ് എസ്സേ ആണ്. 50 മാർക്സ് ആണുള്ളത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. In what ways do the text and film prescribed for study challenge the effectiveness of Indian Constitution in delivering justice and equality? അതായത് ഏത് രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റിൽ, അതായത് ഒരു ഫിലിമുണ്ട് കോട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഫിലിമാണ്. അത് ചലഞ്ച് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇഫക്റ്റീവ്നെസ്, അതായത് ജസ്റ്റിസും ഇക്വാലിറ്റി ഒക്കെ ഡെലിവർ ചെയ്യുന്നതിൽ. The prescribed text and film expose the gap between constitutional ideals and social realities. While the Constitution promises justice and equality, works like Court show how the poor suffer from legal delays and bias. Ambedkar's vision of equality clashes with caste and class oppression still present in society. Similarly, literary works highlights the struggles of marginalized communities denied rights despite constitutional guarantees. Together, these texts question whether justice in India is truly accessible to all, emphasizing the need for reform and empathy in system. അതായത് കോട്ട് എന്നുള്ള ഫിലിമിലൊക്കെ പറയുന്നുണ്ട്, പൂറായിട്ടുള്ള ഓർഡിനറി പീപ്പിളിനൊന്നും ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇനാക്സസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെലിവർ ചെയ്യുന്നതിൽ എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളത് ഈ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം എക്സ്പോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, delineate the sense of displacement and identity crisis suffered by migrants as reflected in refugees and immigrant song.
രണ്ട് പോയമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വി റെഫ്യൂജീസ് അതുപോലെ ഇമിഗ്രൻറ്റ് സോങ്. ഇതിൽ എങ്ങനെയാണ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു നിലനിൽപ്പില്ലാത്ത അല്ലെങ്കിൽ ഒരു തൻ്റേതെന്ന് പറയാനുള്ള ഒരു സ്ഥലമില്ലാത്ത, ഒരു പ്ലേസ് ഇല്ലാത്ത അവസ്ഥ, അതുപോലെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, താൻ ആരാണെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ എങ്ങനെയാണ് ഈ രണ്ട് കവിതയിലും എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ബോത്ത് പോംസ് എക്സ്പ്ലോർസ് ദ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ പെയിൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ട് കവിതയിലും, ഇമിഗ്രൻറ്റ് സോങ്ങിലും അതുപോലെ വി റെഫ്യൂജീസിലും ഈ ഒരു ഇമോഷണൽ സൈക്കോളജിക്കൽ പെയിൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻ വി റെഫ്യൂജീസ് സഫാനിയ പോർട്രേസ് റെഫ്യൂജീസ് സ്ട്രിപ്ഡ് ഓഫ് ഹോം, നെയിം ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് ഈ ഒരു വി റെഫ്യൂജീസിൽ റെഫ്യൂജീസ് ഹോം, നെയിം ആൻഡ് ഡിഗ്നിറ്റി, ഇതിലൊക്കെ അവർ വളരെയധികം സഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവരുടെ മുന്നിലൊരു ക്വസ്റ്റ്യനാണ്. ദ റിഫ്രൈൻ ഐ ആം ടോൾഡ് ഐ ആം എ ലൈ റിഫ്ലക്ട് ദ റിജക്ഷൻ ബൈ സൊസൈറ്റി. അതായത് ഈ ഒരു ലൈനിനെ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സമൂഹം അവരെ നിഷേധിച്ചിട്ടുള്ളത്, അവരുടെ ഐഡൻറ്റിറ്റി. ഇൻ ഇമിഗ്രൻറ്റ് സോങ് സൺ യങ് ഷൈൻസ് കണക്ട്സ് മൈഗ്രേഷൻ വിത്ത് ട്രാൻസ്ഫോർമേഷൻ യൂസിങ് സയൻറ്റിഫിക് മെറ്റഫേഴ്സ് ടു ഷോ അഡാപ്റ്റേഷൻ ആൻഡ് കൾച്ചറൽ ബ്ലെൻഡിങ്. ബോത്ത് പോയിറ്റ്സ് ഹൈലൈറ്റ് ഐഡൻറ്റിറ്റി ആസ് ഫ്ലൂയിഡ് ഷേപ്ഡ് ബൈ മെമ്മറി, ട്രോമ ആൻഡ് സർവൈവൽ. ദ പോം അഫേം റെസിലിയൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ നീഡ് ഫോർ ബിലോങ്ങിങ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇമിഗ്രൻറ്റ് സോങ്ങിലും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അനലൈസ് ദ ത്രെഡ്സ് പോസ്റ്റ് ടു പ്രൈവസി ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് AI ആൻഡ് ദ പോളിഫറേഷൻ ഓഫ് സോഷ്യൽ മീഡിയ. അതായത് AI-യുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ത്രെഡ്സുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ പ്രൈവസിനൊക്കെ അത് ബാധിക്കുന്നത്, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. AI ആൻഡ് സോഷ്യൽ മീഡിയ ത്രീറ്റൻ പ്രൈവസി ത്രൂ ഡാറ്റ മൈനിങ്, സർവൈലൻസ് ആൻഡ് അൽഗോരിതമിക് മാനിപ്പുലേഷൻ. AI systems collect user data to predict behavior and influence decisions often without consent. അതായത് ഈ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് എന്ത് ഇമേജസ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതൊന്നും നമ്മുടെ കൺസെൻറ്റോട് കൂടിയല്ല ഇതൊന്നും ഉള്ളതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു ഭീഷണിയാണ് നമ്മുടെ ലൈഫിൽ. Social media amplifies this by encouraging users to share personal details, making them vulnerable to misuse. The prescribed text warn against